പ്രിയപ്പെട്ടവരെ നമസ്കാരം. റീ രജിസ്ട്രേഷൻ ജൂലൈ 2022 ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് താങ്കൾ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാല. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ ദ കൺട്രി ടു ഹാവ് ബീൻ അക്രഡിറ്റഡ് വിത്ത് ദ ഹയസ്റ്റ് A++ grade by NAAC, National Assessment and Accreditation Council. ഇഗ്നോയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഈ അംഗീകാരത്തിൽ താങ്കൾ എത്രത്തോളം സന്തോഷവാനാണോ അതുപോലെ ഞാനും താങ്കളോടൊപ്പം സന്തോഷത്തിൽ പങ്കെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്തോഷ വർത്തമാനം അഥവാ റീ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്തിന് എന്നുള്ളത് ആദ്യമേ ഞാൻ പറഞ്ഞു തരാം. താങ്കൾ ഒന്നാം വർഷ PG വിദ്യാർത്ഥിയോ ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയോ ആണ് എങ്കിൽ രണ്ടാം വർഷത്തേക്ക് പ്രവേശിക്കാൻ കൃത്യം 9ാമത്തെ മാസം ആദ്യം അഡ്മിഷൻ എടുത്ത് 9ാമത്തെ മാസത്തിന് ശേഷം ചെയ്യേണ്ട ഒരു നിർബന്ധിത പ്രക്രിയയാണ് റീ രജിസ്ട്രേഷൻ. 9ാം മാസത്തിൽ ചെയ്ത ഈ റീ രജിസ്ട്രേഷൻ ചെയ്താലേ അടുത്ത കൊല്ലം താങ്കൾ രണ്ടാം വർഷത്തേക്ക് പ്രവേശിക്കുകയുള്ളൂ. ബിരുദാനന്തര ബിരുദം ചെയ്യുന്ന കുട്ടി രണ്ടാം വർഷത്തേക്കും ഡിഗ്രി കുട്ടി രണ്ടാം വർഷത്തേക്ക് ബിരുദത്തിനും അതുപോലെ തന്നെ ആ ഒരു രണ്ടാം വർഷ ബിരുദത്തിന്റെ 9ാമത്തെ മാസം മുതൽ 10-11 മാസങ്ങളിൽ 3ാമത്തെ വർഷത്തിലേക്ക് വേണ്ടി ബിരുദം പഠിക്കുന്ന കുട്ടികൾ ഓട്ടോമാറ്റിക്കലി അവർ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. സ്വയമേ ഓട്ടോമാറ്റിക്കലി അവർക്ക് സീറ്റ് അവിടെ ലഭിക്കില്ല. നമ്മൾ റീ രജിസ്ട്രേഷൻ നടത്തിയാൽ മാത്രമേ അടുത്ത വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ അടിമുടി മാറ്റങ്ങൾക്ക് വിധേയമായി ഇഗ്നോ ഈ റീ രജിസ്ട്രേഷൻ പാറ്റേൺ മാറ്റിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം താങ്കൾക്ക് സുതാര്യമായി ലഭ്യമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സൂപ്പർ കോമ്പിനേഷനുകളും അതുപോലെ തന്നെ അത്യധികം പ്രാധാന്യവുമുള്ള പുതിയ പാറ്റേൺ ആണ് ഇഗ്നോ അതിന്റെ വെബ് പോർട്ടലിൽ നൽകിയിരിക്കുന്നത്. അതിന് വളരെ ആഴത്തിൽ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ താങ്കളെ ഉത്ബോധിപ്പിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള സംശയം താങ്കൾക്ക് ഉണ്ട് എങ്കിൽ റീ രജിസ്ട്രേഷന് സഹായം ആവശ്യമുണ്ട് എങ്കിൽ ഹെൽപ്പ് ഡെസ്കിൽ പറഞ്ഞിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിവരിച്ചിരിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ താങ്കൾക്ക് മുഹമ്മദ് മുബാറക് മാസ്റ്റർ അതുപോലെ തന്നെ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫിനെ താങ്കൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് മെസ്സേജിലൂടെ താങ്കൾക്ക് എന്നെയോ എൻ്റെ സ്റ്റാഫിനെയോ ബന്ധപ്പെടാവുന്നതാണ്. റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഈ പുതിയ മാറ്റങ്ങൾക്ക് വിധേയമായ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് പരിചയപ്പെടുന്നതിന് മുമ്പ് റീ രജിസ്ട്രേഷന്റെ സൈറ്റില് ഇഗ്നോയുടെ ഔപചാരികമായ സൈറ്റിൽ പുതിയതായി വന്ന മാറ്റങ്ങളെ പറ്റിയാണ് ഞാൻ താങ്കളുമായി ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇഗ്നോയിലെ 2 തരം പ്രത്യേകതയാണ് നിങ്ങളുടെ ഡാഷ്ബോർഡില്, നിങ്ങളുടേതായിട്ടുള്ള ഹോം പേജില് നിങ്ങൾക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ നമ്പറില് താങ്കൾക്കുള്ള ഇൻഫർമേഷൻസ് ആണ് ഞാൻ ഇവിടെ സവിനയം പറയുന്നത്. സ്റ്റുഡന്റ് എന്നുള്ള വിഷയത്തിൽ താങ്കൾക്ക് ഇവിടെ കുറച്ച് ആഴത്തിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് മനസ്സിലാക്കാം. ഇവിടെ ഒരു ഉദാഹരണം എന്നുള്ള നിലക്ക് ഈ മാറ്റങ്ങൾക്ക് വിധേയമായ ഈ സന്ദർഭത്തിൽ MAPC അഥവാ മാസ്റ്റർ ഓഫ് ആർട്സ് സൈക്കോളജി എന്നുള്ള ഈ വിഷയത്തെ പറ്റിയാണ് ഞാൻ താങ്കളുമായി പ്രതിപാദിക്കുന്നത്. ഇവിടെ സ്റ്റുഡന്റ് എന്നുള്ള ലിങ്കിലെ പുതിയ മാറ്റങ്ങൾ അതിന്റെ റീ രജിസ്ട്രേഷൻ പോർട്ടലിൽ റീ രജിസ്ട്രേഷൻ പേജിൽ ഇഗ്നോ നൽകിയിരിക്കുന്ന പുതിയ സംഭവം ഡാഷ്ബോർഡ് എന്നുള്ള ഇൻഫർമേഷൻ വളരെ ആഴത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇഗ്നോ നൽകുന്ന എല്ലാ ഓപ്ഷനുകളെ പറ്റിയും പരിചയപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പ്രൊഫൈൽ എന്നുള്ള രീതിയിൽ ഈ MAPC സ്റ്റുഡന്റ് എന്നുള്ള നിലക്ക് താങ്കളുടെ പ്രൊഫൈൽ ഇവിടെ കൃത്യമായി കാണും. MAPC ഫസ്റ്റ് ഇയറിൽ താങ്കൾ എടുത്തിട്ടുള്ള കോഴ്സുകളെ പറ്റിയുള്ള ആഴത്തിലുള്ള ഇൻഫർമേഷൻസ് ഇവിടെ ലഭിക്കും. റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് ഇവിടെ ഉള്ളത്. സർവീസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. മാത്രമല്ല ഓരോ വിദ്യാർത്ഥികൾക്കുമുള്ള ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് എന്നുള്ള വിഷയത്തെ പറ്റി ആഴത്തിൽ ഇവിടെ മനസ്സിലാക്കാം.
ഞാൻ ഈ വീഡിയോയിൽ താങ്കൾക്ക് ഈ ഒരു മേഖല നന്നായി പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി താഴെ നിന്ന് മുകളിലേക്കാണ് ഞാൻ ഇൻഫർമേഷൻസ് പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഒരു മോഡലായി ഞാൻ ഈ പറയുന്നത് MAPC ആയിക്കോട്ടെ, MSW ആയിക്കോട്ടെ, MTTM ആയിക്കോട്ടെ, MSc CFT ആയിക്കോട്ടെ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പ്രോഗ്രാം ആയിക്കോട്ടെ, എൻവയോൺമെന്റൽ സയൻസ് ആയിക്കോട്ടെ, MCOM, MBA, MCA തുടങ്ങിയ എല്ലാ തരത്തിലും പ്രോജക്റ്റുകൾ ഉള്ള എല്ലാ വിഭാഗം കോഴ്സുകൾക്കും പ്രോഗ്രാമുകൾക്കും അടിമുടി മാറ്റങ്ങൾക്ക് വിധേയമായതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം താങ്കൾ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ. അതുപോലെ തന്നെ സയൻസ് വിഷയങ്ങളും ചില പ്രത്യേകതയുള്ള ഹിന്ദുസ്ഥാനി മ്യൂസിക്, അതുപോലെ മറ്റ് പ്രാധാന്യം അർഹിക്കുന്ന ഒരുപാട് സോഷ്യൽ വർക്ക്, സൈക്കോളജി തുടങ്ങിയ BA ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം പ്രോഗ്രാമുകൾക്ക് എല്ലാം തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഡിഗ്രി തലത്തിലും PG തലത്തിലും നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ സന്ദർഭത്തിൽ ഇത് വളരെ 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 ആഴത്തിൽ പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വിദഗ്ധന്റെ സേവനമാണ് ഏറ്റവും കൂടുതൽ നിർബന്ധം. അറിയാതെ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയാൽ അവിടെ ഉണ്ടാകുന്ന സംഭവം അടുത്ത ഒരു കൊല്ലം അഥവാ 2ാം വർഷം 3ാം വർഷം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ്, നിങ്ങൾ ഉദ്ദേശിക്കാത്ത സബ്ജക്റ്റ് അറിയാതെ കമ്പ്യൂട്ടർ ഇന്റർനെറ്റിലൂടെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയും നിങ്ങൾ പ്രതീക്ഷിച്ച ഉത്തരത്തിൽ നിന്ന്, പ്രതീക്ഷിച്ച സബ്ജക്റ്റ് കോമ്പിനേഷനിൽ നിന്ന് മറ്റൊരു സബ്ജക്റ്റ് കോമ്പിനേഷനിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ വീഡിയോ സശ്രദ്ധം വീക്ഷിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കോമ്പിനേഷനില് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് സെക്കൻഡ് ഇയറിലേക്ക് എങ്ങനെ എന്നുള്ള ലിങ്കാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. അതിനു മുമ്പ് 1ാം വർഷത്തിൽ 2021 അൺറിസർവ്ഡ് കാറ്റഗറിയിലെ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഡിഗ്രി ബേസിക് ക്വാളിഫിക്കേഷൻ ആയി ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിലെ ക്ലാസ് മാസ്റ്റർ ഡിഗ്രിയിലേക്ക് എടുത്തിട്ടുള്ള 1ാം വർഷ വിദ്യാർത്ഥിയായ എനിക്ക് MPC 1, MPC 2, MPC 3, MPC 4, MPC 5, MPC 6, MPCL 7 പ്രാക്ടിക്കം, എക്സ്പെരിമെന്റൽ സൈക്കോളജി ആൻഡ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്സിൽ ഈ മേഖല വളരെ നന്നായി ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ റീ രജിസ്ട്രേഷൻ അപേക്ഷിക്കുന്ന സന്ദർഭത്തിൽ തന്നെ 2 സംഗതികൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, അസൈൻമെന്റുകൾ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ എക്സാമിനേഷന് അപ്ലൈ ചെയ്യേണ്ടത് 1ാം വർഷത്തെ അപ്ലിക്കേഷൻ ആണ് ഈ സംഗതി. അഥവാ ഒരേ സന്ദർഭത്തിൽ 3 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. റീ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്, അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്, എക്സാമിനേഷന് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് വിശദീകരിച്ച് എന്താണ് ഈ നേരത്തെ പറഞ്ഞ ഈ പ്രോഗ്രാം, അതിന്റെ വ്യത്യാസം എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ താങ്കളുമായി പങ്കുവെക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഗതി തന്നെ താഴെ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് മുതൽ പിന്നെ സർവീസസ്, പിന്നെ റീ രജിസ്ട്രേഷൻ, പിന്നെ നമ്മളുടെ ഈ പ്രൊഫൈൽ ഡാഷ്ബോർഡ് എന്നുള്ള കാര്യങ്ങളെയാണ് ഞാൻ വിശദീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് എന്നുള്ള വസ്തുതയിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഞാൻ 1ാം വർഷ PG കഴിഞ്ഞ് MAPC 1ാം വർഷം കഴിഞ്ഞ് 2ാം വർഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഇന്റേൺഷിപ്പിനും അതുപോലെ തന്നെ പ്ലേസ്മെന്റ്, ഭാവിയിൽ എനിക്ക് ഇന്ത്യയിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലോ എനിക്ക് ജോലിക്ക് വേണ്ടി IGNOU നൽകുന്ന അത്യപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ് പ്ലേസ്മെന്റ് എന്നുള്ളത്. സാധാരണഗതിയിൽ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തഡോളജിയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കും ഒരു സ്ഥാപനവും ഇന്ത്യയിലെ പ്ലേസ്മെന്റിനെ അസിസ്റ്റ് ചെയ്യുന്നില്ല. ജോലി നേരിട്ട് വാങ്ങിച്ചു തരും എന്ന് ആരും പ്രതീക്ഷിക്കരുത്. അസിസ്റ്റ് ചെയ്യുന്നില്ല. മറിച്ച് അത്തരത്തിലുള്ള ഒരു അസിസ്റ്റ് ചെയ്യാൻ നമുക്ക് ട്രെയിനിങ് ലഭിക്കാനും ഉന്നതമായ സ്ഥലങ്ങളിൽ ട്രെയിനിങ് ലഭിക്കാനും അഥവാ ഇന്റേൺഷിപ്പിന് സഹായിക്കാനും ഒപ്പം തന്നെ നമ്മളിലെ വൈദഗ്ധ്യം കണ്ട് മറ്റുള്ളവർ നമ്മെ തെരഞ്ഞെടുത്ത് നമുക്ക് ജോലി നൽകാനുമുള്ള അവസരത്തിന് വേണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റിന് വേണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അവൈലബിൾ സെഷൻസ്, ഏതൊക്കെയാണ് സെഷനുകളിൽ നമുക്ക് ട്രെയിനിങ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഏതൊക്കെ ട്രെയിനിങ്ങിനാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ സെഷനിലാണ് അപ്ലൈഡ്
ഓൾറെഡി നമ്മൾ അപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ജോബിന് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ളത് ഒരു സൗകര്യം ഇവിടെ ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഇത്തരത്തിലുള്ള വലിയ കോഴ്സുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇഗ്നോയിലെ വിദ്യാർത്ഥിനികളുടെ സാമ്പത്തികമായി അവരെ ചൂഷണം ചെയ്യാൻ പലതരത്തില് നമ്മുടെ ഒരു പ്രത്യേക ലോബി പല തരത്തിൽ നമ്മെ ഒരു വിഷമിപ്പിക്കുന്ന തരത്തിൽ ഇന്റേൺഷിപ്പ് എന്നുള്ള രൂപത്തിൽ നമ്മോട് കൂടുതൽ പണമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക ലോബി പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ലോബികളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇഗ്നോ ഇത്തരത്തിലുള്ള ഒരു ഔപചാരികമായ പരിപാടികൾ നടത്തിയിരിക്കുന്നത്. പല സ്ഥാപനങ്ങളും ചിലപ്പോൾ അവർ വൈദഗ്ധ്യമുള്ള അംഗങ്ങൾ ഉള്ള സ്ഥാപനം തന്നെയായിരിക്കും. ഇന്റേൺഷിപ്പ് നൽകുക എന്ന് പറയുന്നത് നമുക്കൊരു തൊഴിൽ പ്രാക്ടീസ് നൽകുക എന്നുള്ളത് ഏതൊരു ഉയർന്ന സ്ഥാപനത്തിന്റെയും ധർമ്മമാണ്. ഒരു സ്ഥാപനം ആ സ്ഥാപനമായി രജിസ്റ്റർ ചെയ്യപ്പെടണമെങ്കിൽ താഴെത്തട്ടിലുള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കാം എന്നുള്ള നിയമം അത് അനുസരിച്ച് അതിലുള്ള അംഗീകാരം വാങ്ങിച്ചാണ് ബഹുഭൂരിപക്ഷം സ്ഥാപനങ്ങളും പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും മറ്റെല്ലാ സംസ്ഥാന സർക്കാരുകളും അംഗീകാരം കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ആ വസ്തുത മാറ്റിവെച്ചുകൊണ്ട് പലരും കുട്ടികളിൽ നിന്ന് അനൗപചാരികമായി ഫീ ഈടാക്കുന്നത് പലപ്പോഴും ഇഗ്നോയുടെ ഒഫീഷ്യൽസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇന്റേൺഷിപ്പിന് വേണ്ടി 10,000, 20,000, 50,000 എന്ന് പല സ്ഥാപനങ്ങളും ഇന്റേൺഷിപ്പ് ഫീ എന്ന് പറഞ്ഞ് കുട്ടികളിൽ നിന്ന് ഈടാക്കുന്നു. നമ്മൾ ആ സ്ഥാപനത്തിലെ അംഗീകരിക്കപ്പെട്ട PG ഡിഗ്രി സ്റ്റുഡന്റ് ആണ് എങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫീസ് കൊടുത്തിട്ടാണ് നമ്മൾ പഠിക്കുക. ഇവിടെ ഒരു ഇന്റേണൽ സൂപ്പർവൈസറും ഒരു എക്സ്റ്റേണൽ സൂപ്പർവൈസറും നമുക്ക് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇന്റേണൽ സൂപ്പർവൈസറെ കാണേണ്ട ഉത്തരവാദിത്തം നമുക്കല്ല, അത് ഇഗ്നോയിനാണ്. മറിച്ച് എക്സ്റ്റേണൽ സൂപ്പർവൈസറിനെ കണ്ടുപിടിക്കേണ്ടത് നമ്മളാണ്. അത് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ നമുക്ക് നൽകേണ്ടതാണ്. നാമമാത്രമായ ഒരു ചെറിയ ഒരു കൈത്താങ്ങ് ആ സ്ഥാപനത്തിന് ഒരു സംഭാവന എന്നുള്ള നിലക്ക് നമ്മൾ കൊടുക്കുന്നതിൽ നമ്മുടെ ഒരു സന്തോഷം എന്നുള്ള നിലക്ക് അതൊരു വലിയ തെറ്റൊന്നുമില്ല. പക്ഷെ അതിൽ വേണ്ടി തന്നെ ആഴത്തിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കുറച്ച് സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഈ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് 2ാം വർഷത്തെ റീ രജിസ്ട്രേഷന്റെ കാര്യം ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കാം. ട്രെയിനിങ് എന്നുള്ള പ്രോഗ്രാമിൽ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ മുകളിൽ നമ്മുടെ പേര്, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇതിന്റെ തൊട്ട് മുമ്പ് ഉണ്ട്. ഞാൻ അത് തൽക്കാലം മറച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏത് കോഴ്സാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്, നമ്മളുടെ റോൾ നമ്പർ എത്രയാണ്, അഥവാ എൻറോൾമെന്റ് നമ്പർ എത്രയാണ്, അഗ്രിഗേറ്റ് സ്കോർ നമ്മൾ ആ വിഷയത്തിൽ എത്രത്തോളമാണ് നേടിയിട്ടുള്ളത്, ഏത് തരത്തിലുള്ള ടേം ടൈപ്പാണ് നമ്മൾ ചെയ്യുന്നത്, ആനുവൽ ടൈപ്പ് ആണോ അതോ സെമസ്റ്റർ പ്രോഗ്രാം ആണോ നമ്മൾ ചെയ്യുന്നത്, കറണ്ട് ടേം ഏത്, അതായത് 1ാം വർഷമാണോ 2ാം വർഷമാണോ നമ്മൾ ഇവിടെ ചെയ്യുന്നത്, ആ സെഷന്റെ ഇവിടെ കൃത്യമായി തന്നിട്ടുണ്ട്. 1ാമത്തെ വർഷത്തെയാണ് എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്ലൈയിങ് ഫോർ ട്രെയിനിങ് ഓർ പ്ലേസ്മെന്റ്, ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടാണോ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടാണോ എന്നുള്ള കാഴ്ചപ്പാട് ഇവിടെ വ്യക്തമായി തന്നിരിക്കുന്നു. ഒപ്പം തന്നെ അത്തരത്തിലുള്ള ഒരു രജിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരവും ഇവിടെ നൽകിയിട്ടുണ്ട്. ഒപ്പം അവൈലബിൾ സെഷൻസ്, ഏതൊക്കെ സെഷനുകളാണ് ലഭിക്കുക എന്നുള്ള ആശയം ഇവിടെ നൽകിയിട്ടുണ്ട്. അതിലെ സെഷൻസ് ഇവിടെ ലഭിക്കുന്നത് നമ്മൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ഇവിടെ വരിക എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ സെഷനുകൾ ഇവിടെ ലഭ്യമല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ അപ്ലൈഡ് സെഷൻസ് നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ കൃത്യമായി 1ാമത്തെ വർഷമാണോ 2ാമത്തെ വർഷമാണോ അപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുള്ളത് എന്ന് ഇവിടെ മനസ്സിലാകുമെന്ന് പ്രത്യേകം ഓർക്കുക. ഏറ്റവും സുപ്രധാനമായ മറ്റൊരു സംഗതിയാണ് ഇനി ഞാൻ താങ്കളുമായി പങ്കുവെക്കുന്നത്. സർവീസസ് എന്നുള്ള ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ ഈ ഒറ്റ ക്ലിക്കിൽ തന്നെ യൂണിവേഴ്സിറ്റിയുടെ യഥാർത്ഥ പോർട്ടലിൽ നൽകുന്ന എല്ലാ സേവനങ്ങളും നമുക്കിവിടെ ലഭ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലേക്ക് കൃത്യമായി ഇവിടുന്ന് നമുക്ക് പോകാം. സ്റ്റഡി സെന്റർ ചേഞ്ച് നിങ്ങൾക്ക് ഏതെങ്കിലും സന്ദർഭത്തിൽ കേരളത്തിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് ഏതെങ്കിലും ഒരു സെന്ററിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ടോ?
നിങ്ങളുടെ റീജിയണൽ സെന്റർ മാറ്റേണ്ടതുണ്ടോ, എക്സാമിനേഷൻ ഫോം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതുണ്ടോ, ഡിജിറ്റൽ റിസോഴ്സസ് ആയിട്ടുള്ള ഈ ഗ്യാൻ ഘോഷ് തുടങ്ങിയ മഹത്തായ പരിപാടികളിലേക്ക് പോകേണ്ടതുണ്ടോ, ഇഗ്നോ FB ലൈവ് ക്ലാസ്സുകളിലേക്ക് പോകാനുള്ള ലിങ്ക്, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ നമുക്ക് ഈ ഗ്യാൻ ഘോഷിലൂടെ നമ്മുടെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും ഡൗൺലോഡ് ചെയ്യാനുള്ള സാധ്യതകൾ, സ്വയം കോഴ്സുകൾ കണ്ടെത്താനുള്ള സാധ്യതകൾ, യൂട്യൂബ് ലൈവ് ക്ലാസ്സുകൾ കാണാനുള്ള സാധ്യതകൾ, ഇന്ത്യൻ ജേർണൽ ഓഫ് ഓപ്പൺ ലേണിംഗിലേക്ക് പോകാനുള്ള സാധ്യതകൾ, യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യതകൾ, സ്വയം പ്രഭ ചാനലിലേക്ക് പോകാനുള്ള സാധ്യതകൾ, സ്വയം പ്രഭ ചാനലിലെ ഇഗ്നോയ്ക്ക് വേണ്ടി നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം ചാനൽ നമ്പർ 17, ചാനൽ നമ്പർ 18, ചാനൽ നമ്പർ 19, ചാനൽ നമ്പർ 20. ഈ 17ലെ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലും സോഷ്യൽ സയൻസ് വിഭാഗത്തിലുമാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. വാച്ച് ആർച്ചീവ് വീഡിയോസ് എന്നുള്ള ഈ ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ സ്വയം പ്രഭ ചാനലിൽ ലഭിച്ചിട്ടുള്ള എല്ലാ വീഡിയോസും നമുക്കിവിടെ ആർച്ചീവ് മോഡലിൽ ലഭ്യമാണ്. സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ ഇന്ത്യ ആൻഡ് വേൾഡ് ഇംഗ്ലീഷ് എന്നുള്ളതിനെ പറ്റി നമുക്ക് ഇവിടെ കൃത്യമായി വീഡിയോസ് ലഭ്യമാണ്. അതുപോലെ തന്നെ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ MWG 11 എന്നുള്ളതിന്റെ വുമൻ ആൻഡ് വർക്ക് സ്വീഡിഷ് ആൻഡ് ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിനെ പറ്റിയുള്ള MEG 9ന്റെ ക്ലാസ് നമുക്കിവിടെ ലഭ്യമാണ്. MTTM ട്രാൻസ്ലേഷനിലുള്ള ക്ലാസ്സുകൾ ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏത് പ്രോഗ്രാമാണ് എവിടെയാണ് എന്നുള്ളത് നമുക്ക് സെർച്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ആയിരക്കണക്കിലെ നമുക്കുള്ള വീഡിയോസിൽ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. നോക്കൂ എത്രത്തോളം വീഡിയോസ് ആണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്. 1 മുതൽ 4, ഇതിന് അപ്പുറത്ത് നെക്സ്റ്റ് എന്നുള്ളത് ഓരോന്നിലും 100 വീതം തന്നെ നമുക്ക് ആദ്യത്തെ ഇതിൽ 4 എണ്ണമേ കാണിക്കുന്നുള്ളൂ. ആയിരക്കണക്കിലെ വീഡിയോസ് ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ലഭ്യമാണ് എന്നുള്ളത് ആഴത്തിൽ മനസ്സിലാക്കുക. സ്വയം പ്രഭ ചാനലിൽ നിന്ന് നമുക്ക് നമ്മുടെ നോർമൽ കണ്ടീഷനിലേക്ക് പോകാനുള്ള സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ താങ്കളെ പരിചയപ്പെടുത്താം. സ്വയം പ്രഭ ചാനലിൽ നിന്ന് നമ്മൾ അതിന്റെ ഉദാഹരണത്തിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. അവിടെ ഡിജിറ്റൽ റിസോഴ്സസ് എന്നുള്ളത് പോഡ്കാസ്റ്റ് എന്നുള്ള വിഭാഗത്തിൽ, പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഭാവിയിൽ ലഭ്യമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള മറ്റ് വെൽക്കം ടു ദ വേൾഡ് ഓഫ് ലിസണിങ് ആൻഡ് ലേണിംഗ് ടു അലൈൻ വിത്ത് ഫ്യൂച്ചർ, ഭാവിയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ശ്രദ്ധിക്കുക, പഠിക്കുക എന്നുള്ള ആ ഒരു രീതിയിൽ ഇഗ്നോ പോഡ്കാസ്റ്റുകൾ നമുക്ക് ലഭ്യമാണ്. ഒപ്പം തന്നെ എഡ്യൂക്കേഷണൽ റേഡിയോ എന്നുള്ളതിലേക്ക് ഇപ്പോൾ ആ സൈറ്റ് വർക്ക് ആവുന്നില്ല, ഉടൻ തന്നെ അതിന്റെ പ്രവർത്തനം ആയിരിക്കും. എഡ്യൂക്കേഷണൽ ടെലിവിഷൻസ് നമുക്ക് ലഭ്യമാണ്. ഇഗ്നോയിലെ അസൈൻമെന്റുകൾ താങ്കൾക്ക് ആവശ്യമായിട്ടുണ്ട് എങ്കിൽ കൃത്യമായി ഇവിടെ അസൈൻമെന്റുകൾ ലഭ്യമാണ്. മാത്രമല്ല MAPCയുടെ അസൈൻമെന്റുകൾ നമുക്ക് ഇവിടെ MA എക്കണോമിക്സ്, MA സൈക്കോളജിയുടെ ഫസ്റ്റ് ഇയർ അസൈൻമെന്റുകൾ നമുക്ക് ഇവിടെ കൃത്യമായി ലഭ്യമാണ്. അങ്ങനെയുള്ള ഒരു ഓർഡറിൽ നമുക്ക് അസൈൻമെന്റുകൾ എല്ലാം തന്നെ പരിശോധിക്കാം. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് എടുക്കാവുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന ഡിസംബർ 21 പരീക്ഷാ ചോദ്യ പേപ്പറുകൾ നമുക്ക് ലഭ്യമാണ്. അങ്ങനെ പല വർഷങ്ങളിലെ പല സെഷനുകളിലെ ചോദ്യ പേപ്പറുകൾ. ഒപ്പം തന്നെ വെബ് ഇനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട് അഥവാ വ്യാസ് എന്നുള്ള ഒരു പ്രോഗ്രാം, വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. വെൽക്കം ടു വെബ് ഇനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട് വ്യാസ് എന്നുള്ള രൂപത്തിൽ ഒരുപാട് അക്കാഡമിക് സപ്പോർട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾക്ക്, പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾക്ക്, സബ്ജക്ട് വൈസ് ആയിട്ട് തന്നെ ഉള്ള പ്രോഗ്രാമുകൾക്ക്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾക്ക്, ഒരുപാട് പ്രോഗ്രാമുകളിലൂടെ നമുക്ക് കടന്നു പോകാവുന്നതാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല ഇതിന് സമാനമായി തന്നെ ഗ്യാൻ ഉദ്യമി, ഇഗ്നോ ഉദ്യമി എന്നുള്ള രൂപത്തിൽ ആൻ ഇനീഷ്യേറ്റീവ് ടുവേർഡ്സ് ആത്മനിർഭർ ഭാരത് എന്നുള്ള പ്രധാനമന്ത്രിയുടെ ഇന്ത്യൻ സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക തൊഴിൽ ഉദ്യമി എന്ന് പറഞ്ഞാൽ തൊഴിലിലേക്കുള്ള ഉദ്യമം എന്നുള്ള അർത്ഥത്തിലാണ് നമുക്കിവിടെ. ഏകദേശം ഇഗ്നോ ഹാസ് മോർ ദാൻ 3 million സ്റ്റുഡൻസ് എൻറോൾ ഫോർ ഡിഫറെന്റ് പ്രോഗ്രാം ഫ്രം ആൾ ഓവർ ദ കൺട്രി. ഈ 3 മില്യൺ, ഏകദേശം 30 ലക്ഷത്തോളം വിദ്യാർത്ഥിനികൾക്ക് തൊഴിൽപരമായ സാങ്കേതിക സഹായം നൽകുക എന്നുള്ള അർത്ഥത്തിൽ ദ നേഷൻ സെന്റർ ഫോർ ഇന്നവേഷൻ ഇൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ NCIDE എന്ന് പറയുന്ന ഈ ഒരു മഹത്തായ പരിപാടിയിലൂടെ
റിക്കഗ്നൈസ് ഇഗ്നോ സ്റ്റുഡന്റ് എന്റർപ്രണർ റൈസ് എന്നുള്ള തരത്തിലേക്ക് നമുക്ക് ഇഗ്നോ ഉദ്യമി കടന്നു ചെല്ലുന്നു. ആ ഉദ്യമിയെ പറ്റി വളരെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിവൃത്തി എന്നുള്ള ഒരു രൂപത്തിൽ ഐഡിയ ബാങ്ക് അറ്റ് ഇഗ്നോ, വ്യാസ്, ഇഗ്നോ അലുമിനി, NCIDE, ഇഗ്നോ എന്നുള്ള പല ലിങ്കുകൾ, യൂസ്ഫുൾ ലിങ്കുകൾ നമുക്കിവിടെ ലഭ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇതുവരെ കേൾക്കാത്ത, ഇതുവരെ കാണാത്ത, ഇതുവരെ മനസ്സിലാക്കാത്ത ഒരുപാട് സംഗതികൾ നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നു എന്നുള്ളത് വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് റീ രജിസ്ട്രേഷന്റെ ഘട്ടത്തിലേക്ക് പോകാം. റീ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിലേക്ക് പോകാവുന്നതാണ്. റീ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ MAPC മാസ്റ്റർ ഓഫ് ആർട്സ് സൈക്കോളജിക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് വളരെ ആഴത്തിൽ മനസ്സിലാക്കുക. കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിൽ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, യൂസർ മാനുവൽ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ റീ രജിസ്ട്രേഷൻ ഹിസ്റ്ററി നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇതിനു മുമ്പ് നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഇവിടെ നിൽ എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. നമുക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സംഗതിയിലേക്ക് പോകാം. റീ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. റീ രജിസ്ട്രേഷൻ ഏറ്റവും നല്ല ഒരു സാധ്യതയാണ് നമ്മളുടെ മുമ്പിൽ വെക്കുന്നത്. ഈ റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഹെൽപ്പ് ഡെസ്കിന്റെ ആവശ്യമുണ്ട് എന്ന് പറയുന്നത്, അറിയാതെ ഇതിൽ ഏതെങ്കിലും ഒരു ബട്ടൺ 2 എന്നുള്ള ബട്ടന് പകരം 1 എന്നുള്ള ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ വെറും 15% എമൗണ്ട് ഡിസ്കൗണ്ട് കിട്ടുന്നു എങ്കിൽ പോലും നമുക്ക് 3000-ഓളം പേജുകളുള്ള പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കാൻ ഏകദേശം 5000-ഓളം രൂപ ചെലവ് വരുന്നു. അതുകൊണ്ട് നമ്മൾ സോഫ്റ്റ് കോപ്പി വേണ്ട, നമുക്ക് ബുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഐ ഓപ്റ്റ് ഫോർ റിസീവിംഗ് ദ സ്റ്റഡി മെറ്റീരിയൽ ഇൻ പ്രിന്റഡ് ഫോം എന്നുള്ള ലിങ്ക് തന്നെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സ്വാഭാവികമായും നമ്മൾ ഇതിലെ 2ാം വർഷത്തിലേക്ക് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ആ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത് വളരെ ആഴത്തിൽ നന്നായി മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ സ്റ്റാർ മാജിക്കൽ ടൂൾ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി എന്ന് പറയുന്ന 3 ബ്രാഞ്ചസ് ആണ് നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് തെരഞ്ഞെടുക്കേണ്ടത്. ഏകദേശം ക്ലിനിക്കൽ സൈക്കോളജി, നിങ്ങൾക്ക് ഒരു ക്ലിനിക്കൽ മൈൻഡോട് കൂടി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ക്ലിനിക്കൽ സൈക്കോളജി വിത്ത് പ്രോജക്റ്റ് തെരഞ്ഞെടുക്കാം. കൗൺസിലിംഗ് സൈക്കോളജി, കൗൺസിലിംഗ് മേഖലയിലെ അഡ്വൈസ് അല്ലട്ടോ കൗൺസിലിംഗ്, ഉപദേശിക്കാൻ നമ്മൾ ആരുമല്ല. ഒരുപാട് ചോയ്സസ് മുമ്പിൽ ഇട്ടുകൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുക്കുന്നത് പോലെ, കല്ലെടുപ്പിക്കുന്നത് പോലെ ഈ ഓപ്ഷൻസ് മുന്നിൽ വെച്ചുകൊണ്ട് ആർക്കാണോ നമ്മുടെ സേവനം ആവശ്യമായിട്ടുള്ളത് അവരുടെ മുമ്പിൽ കുറെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഹൈപ്പോതെസിസുകളുടെ സഹായത്തോടു കൂടി മെന്റൽ ഹെൽത്ത് സ്റ്റാറ്റസും കേസ് സ്റ്റഡിയും വളരെ നന്നായി മനസ്സിലാക്കി അവരുടെ ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ചില ഓപ്ഷനുകൾ മുമ്പിൽ വയ്ക്കുകയും എ എന്നുള്ള ഓപ്ഷൻ തെരഞ്ഞെടുത്താൽ താങ്കൾക്ക് ഇങ്ങനെ ഈ വഴിക്കൊക്കെ പോകാം, ബി എന്നുള്ള ഓപ്ഷൻസ് തെരഞ്ഞെടുത്താൽ താങ്കൾക്ക് ഇങ്ങനെയും പോകാം, സി എന്നുള്ള ഓപ്ഷൻസ് തെരഞ്ഞെടുത്താൽ താങ്കൾക്ക് ഇന്നതും മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ തുടങ്ങിയ ഒരുപാട് സംഗതികൾ പറയുക എന്നുള്ളതാണ് കൗൺസിലിംഗിന്റെ പ്രത്യേകത. മാസ്റ്റർ ഓഫ് സയൻസ് ആൻഡ് കൗൺസിലിംഗ്, മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി MSc CFT 72.3% മാർക്കോട് കൂടി വിജയിച്ചിട്ടുള്ള മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഈ വീഡിയോയിലൂടെ താങ്കൾക്ക് നൽകുന്ന സന്ദേശം എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ എന്താണ് ഈ 6 തരം കോഴ്സുകളുടെ പ്രത്യേകത? ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ മനസ്സിലെ ചിന്തയാണ്. ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ, ക്ലിനിക്കൽ സൈക്കോളജി വിത്ത് പ്രോജക്റ്റ് ഞാൻ ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന ഗുണം എന്താണ് എന്ന് താങ്കൾ നന്നായി, എനിക്കെന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുബാറക്കിനല്ല, എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന താങ്കൾക്ക് എന്താണ് ഗുണം എന്ന് നന്നായി ആലോചിക്കണം. കൗൺസിലിംഗ് സൈക്കോളജി വിത്ത് പ്രോജക്റ്റ് എടുത്താൽ എനിക്കുണ്ടാകുന്ന ഗുണം എന്താണ് എന്ന് മനസ്സിലാക്കുക. ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജി വിത്ത് പ്രോജക്റ്റ് എടുത്താൽ എനിക്കുള്ള ഗുണം എന്താണ് എന്ന് മനസ്സിലാക്കുക. ക്ലിനിക്കൽ സൈക്കോളജി വിത്ത് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്നുള്ള ഓപ്ഷൻസ് ഞാൻ തെരഞ്ഞെടുത്താൽ എനിക്കുണ്ടാകുന്ന അഥവാ താങ്കൾക്കുണ്ടാകുന്ന ഗുണം എന്താണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ എല്ലാം തന്നെ നമ്മൾ ഒരു SWOT അനാലിസിസ്, ഓരോ പ്രോഗ്രാമും ചെയ്യാൻ, ഓരോ കോഴ്സ് ചെയ്യാൻ
താങ്കളിലെ സ്ട്രെങ്ത്, താങ്കളിലെ വീക്ക്നെസ്, താങ്കളിലെ ഓപ്പർച്യൂണിറ്റി, താങ്കൾക്കെതിരെയുള്ള ത്രെഡ്സ്, വെല്ലുവിളികൾ, ഇത് വളരെ നന്നായി മനസ്സിലാക്കിയിട്ട് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം, ഞാൻ ഏത് കോഴ്സാണ് തെരഞ്ഞെടുക്കേണ്ടത്, ഞാൻ ആ കോഴ്സ് തെരഞ്ഞെടുത്താൽ എന്റെ ജീവിതം എങ്ങനെയൊക്കെയാണ് ആയിത്തീരുക, ജീവിതത്തിൽ ഒരിക്കലാണ് ഞാൻ MA സൈക്കോളജി പഠിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഏത് കോഴ്സാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് നിങ്ങളിലെ തന്നെ ഒരു അനാലിസിസ് നിങ്ങൾ തന്നെ നടത്താൻ വേണ്ടി സഹായകമാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എംനോട്ട്സിലെ ഹെൽപ്പ് ഡെസ്കിലൂടെ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സന്ദർഭത്തിൽ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് താങ്കൾക്ക് കാര്യവും കാരണവും പറഞ്ഞ് മനസ്സിലാക്കി തന്ന് താങ്കളുടെ സഹായത്തോടു കൂടി മാത്രമേ ഇതിലെ റീ രജിസ്ട്രേഷൻ പ്രക്രിയയിലേക്ക് പോകാൻ കഴിയൂ. അല്ലാതെ ഒരു കോമൺ സർവീസ് സെന്ററിലോ അക്ഷയ കേന്ദ്രത്തിലോ ഒരു ഇന്റർനെറ്റ് കഫേയിലോ 100 കണക്കില് 10 കണക്കില് ആളുകൾ കൂടി നിൽക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് ആയിക്കോട്ടെ, എനിക്കൊരു 150 രൂപ 200 രൂപ കിട്ടട്ടെ എന്നുള്ള അർത്ഥത്തിൽ ഒരു അക്ഷയ സെന്ററിലെ ജീവനക്കാരനോ ഒരു കഫേയിലെ ജീവനക്കാരനോ ചിലപ്പോൾ നിങ്ങൾ തന്നെയോ അറിയാതെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്തു പോയാൽ ജീവിതം തന്നെ മൊത്തം മാറി മറിയും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ക്ലിനിക്കൽ സൈക്കോളജി വിത്ത് പ്രോജക്റ്റ് എടുത്താലുള്ള ഗുണമാണ് ഞാൻ പറയുന്നത്. ഇവിടെ MPCE 11, 12, 13, 14, 15, 16 എന്നുള്ള ഈ കോഴ്സുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 11 മുതൽ 15 വരെ ഉള്ള കോഴ്സ് എല്ലാവർക്കും തുല്യമാണ്. ഇവിടെ ക്ലിനിക്കൽ സൈക്കോളജി എന്നുള്ളത് എടുക്കുന്നത് കൊണ്ട് ആദ്യത്തെ അക്കം 111 എന്നുള്ളത് ഇവിടെ ഉണ്ടാവും. എല്ലാവർക്കും കോമൺ ആയി ഈ ഏറ്റവും അവസാനത്തെ അക്കം 1 മുതൽ 5 വരെ ഉള്ള അക്കങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും 4 ക്രെഡിറ്റ് ഉള്ള ഒരു 3 കമ്പൽസറി തിയറി പേപ്പറും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ 6 ക്രെഡിറ്റും. നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത്, ആ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ മേഖലയിലെ 6 ക്രെഡിറ്റും ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ ഈ പറയുന്ന എല്ലാ കോഴ്സുകൾക്കും ഈ 6 കോമ്പിനേഷനിലും എല്ലാറ്റിനും ഫീൽഡ് വർക്ക് വിത്ത് ഇന്റേൺഷിപ്പ് 8 ക്രെഡിറ്റിന്റെ ഉണ്ടാവും. ഇവിടെ കാതലായ ഒരു പ്രശ്നം, തമിഴിലെ കാതലല്ല, താങ്കൾക്ക് പ്രധാനമായ തിമറ്റിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റ് 6 ക്രെഡിറ്റ് ഞാൻ എടുക്കണോ, പ്രോജക്റ്റ് 6 ക്രെഡിറ്റ് എടുക്കാതിരിക്കണോ എന്നുള്ളതാണ്. പ്രോജക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിസർട്ടേഷൻ ആണ്, ഒരു ലഘുവായ റിസർച്ച് ആണ് എന്ന് മനസ്സിലാക്കുക. 3 മാസം ദൈർഘ്യമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ ആഴത്തിൽ ഒരു ഗവേഷണാത്മകമായ ഒരു സംഗതി ചെയ്യുക, അഥവാ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുക, ഒരു ഡിസർട്ടേഷൻ തയ്യാറാക്കുക, ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിന്റെ അടിസ്ഥാന ഉദ്ദേശം. ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക്, ഒരു സൈക്കോളജി സ്റ്റുഡന്റ് എന്നുള്ള നിലക്ക് 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കഴിഞ്ഞതിന് ശേഷം, ഡിഗ്രിയും കഴിഞ്ഞതിന് ശേഷം ഈ PG ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള ഒരു കോട്ട് താങ്കൾ അണിയുന്ന ഒരു വേളയിൽ, അല്ലെങ്കിൽ താങ്കളുടെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മനഃശാസ്ത്രപരമായ ഒരു പ്രശ്നം, ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ താങ്കൾ ഒരു സെർച്ച് നടത്തുകയും അങ്ങനെ ആ ഒരു അന്വേഷണത്തിന് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സഹായത്തോടു കൂടി ചില ക്വസ്റ്റ്യനെയർ വെച്ചുകൊണ്ട്, സ്വീകൃത തത്വങ്ങൾ വെച്ചുകൊണ്ട്, അടിസ്ഥാന പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഗവേഷണാത്മകമായ ഒരു സംഗതി താങ്കൾ ഫീൽഡിൽ ചെന്ന് സൂപ്പർവൈസറുടെയും അംഗീകാരത്തോടു കൂടി താങ്കൾ റിസർച്ച് ചെയ്യുകയാണ്. ആ റിസർച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം. ഒരു 1000 പേരിൽ അല്ലെങ്കിൽ ഒരു 100 പേരിൽ നിന്ന് നമ്മൾ 100 ദിവസത്തോളം പോയി ഡാറ്റ കളക്ട് ചെയ്യുകയും ആ ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ള സംഗതികൾ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്സിൽ മുബാറക് മാസ്റ്റർ പറയുന്നത് പോലെ കോപ്പൈ നമ്മൾ കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. കളക്ഷൻ ഓഫ് ഡാറ്റ നമ്മൾ ചെയ്യണം, കിട്ടിയ ഇൻഫർമേഷനെ ഓർഗനൈസ് ചെയ്യണം, ആ കിട്ടിയ ഇൻഫർമേഷനെ അനാലിസിസ് നടത്തണം, അതിനെ വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തതിന് ശേഷമാണ് അനാലിസിസ് നടത്തുക. ആ അനാലിസിസിലൂടെ അവസാനം ഇന്റർപ്രിറ്റേഷനിലേക്ക്, ഗവേഷണത്തിന്റെ ഏറ്റവും വലിയ താങ്കൾ ആദ്യം എടുത്തിട്ടുള്ള ഒരു ഹൈപ്പോതിസിസ്, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതിനെല്ലാം മുമ്പ് തന്നെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ, ഒരു ഡിസർട്ടേഷൻ തയ്യാറാക്കുമ്പോൾ, ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കുമ്പോൾ അതിനു മുമ്പ് ഒരു ഗവേഷണ പ്രബന്ധത്തിന്റെ ഒരു രത്ന ചുരുക്കം,
അഥവാ സിനോപ്സിസ് തയ്യാറാക്കേണ്ടതുണ്ട്. ആ സിനോപ്സിസ് തയ്യാറാക്കി താങ്കളുടെ സൂപ്പർവൈസർക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. താങ്കളുടെ സൂപ്പർവൈസർ ആ സിനോപ്സിസ് അംഗീകരിച്ചതിന് ശേഷം മാത്രമേ താങ്കൾക്ക് പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റൂ. പ്രിയപ്പെട്ടവരെ, നേരത്തെ ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ദയവ് ചെയ്ത് ചിന്തിക്കണം. ഒരു സിനോപ്സിസ് നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ്, ഒരു ഡിസർട്ടേഷൻ ചെയ്യുമ്പോൾ റെഡിമെയ്ഡ് ഡിസർട്ടേഷൻസ് ഉള്ള, ഇന്നലെയും മിനിഞ്ഞാന്നും ഞാൻ അറിയാതെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ദിവസത്തിന് 2000 രൂപ കൂലി, ഞങ്ങൾ തരുന്ന സാധനം നിങ്ങൾ ടൈപ്പ് ചെയ്ത് തരിക മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കുട്ടികളെ വശീകരിച്ച് ഇത്തരത്തിലുള്ള എല്ലാ മേഖലയിലും PG തലത്തിലുള്ള എല്ലാ ഉയർന്ന മേഖലകളിലും പഠിക്കുന്ന കുട്ടികൾക്ക് റെഡിമെയ്ഡ് ഡിസർട്ടേഷൻ കൊടുക്കുന്ന ഒരു വ്യാജ ലോബി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള അറിവ് സ്വയമേ സ്വായത്തമാക്കാതെ റെഡിമെയ്ഡ് സംഭവങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ അത് മറ്റൊരാളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ആദ്യം വൈവാവോസിയിൽ താങ്കൾ പൊട്ടിപ്പാളീസാവും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, അത്തരത്തിലുള്ള അറിവ്, റിസർച്ച് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഒരു MPhilലേക്കോ അല്ലെങ്കിൽ ഒരു PhDയിലേക്കോ പോവുക? ഇവിടെ 3 മാസത്തെ മാത്രം ദൈർഘ്യമുള്ള ഒരു കുഞ്ഞ് ഡിസർട്ടേഷൻ ചെയ്യുമ്പോൾ, കുഞ്ഞ് ഗവേഷണ പ്രബന്ധം ചെയ്യുമ്പോൾ 2 കൊല്ലം ദൈർഘ്യമെടുത്ത് കൃത്യമായ റിസർച്ച് മെത്തഡോളജി കൃത്യമായി പാലിച്ചുകൊണ്ട്, റിസർച്ച് ഡിസൈൻ കൃത്യമായി പാലിച്ചുകൊണ്ട് ഒരു റിസർച്ച് അഥവാ ഗവേഷണ പ്രബന്ധം നടത്തി ഇതുവരെ ലോകത്ത് ആരും ചെയ്തിട്ടില്ലാത്ത ഒരു വിഷയത്തിൽ ഡിസർട്ടേഷൻ ചെയ്ത് വിദഗ്ധമായിട്ടുള്ള 100ഓ 200ഓ ആളുകളുടെ മുമ്പിൽ ഒരു ഹാളിൽ വെച്ച് ഈ പ്രബന്ധം നിങ്ങൾ അവതരിപ്പിച്ച്, ആ പ്രബന്ധം അവതരിപ്പിച്ച് അതിനുശേഷം മറ്റുള്ളവർ അത് അംഗീകരിച്ച് അതിന് മൂല്യനിർണയം നടത്തി താങ്കൾക്ക് അവാർഡ് തരുമ്പോഴാണ് താങ്കൾ ഡോക്ടർ എക്സ് എന്നുള്ള രൂപത്തിൽ ഒരു ഡോക്ടറേറ്റ് കിട്ടുന്ന വിദ്യാർത്ഥിയായി മാറുന്നത്. അത്തരത്തിൽ മഹത്തായ ഒരു പാരമ്പര്യത്തിലേക്ക് താങ്കളെ കൈപിടിച്ചു കൊണ്ടുവരാനാണ് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഉള്ളത് എന്നുള്ളത്. ഞാൻ നിർബന്ധമായും താങ്കളെ ഉപദേശിക്കുക, പ്രോജക്റ്റ് ഉള്ള പേപ്പറുകൾ എടുക്കുക എന്നുള്ളതാണ്. ഇനി ഞാൻ വിശദീകരിച്ച വീഡിയോ വളരെ ദീർഘിച്ചു പോകുന്നത് കൊണ്ട് വിശദീകരിച്ചുള്ള ചില ഇൻഫർമേഷൻസ് തരാം. ഇതേ സംഗതി തന്നെ കൗൺസിലിംഗ് സൈക്കോളജി വിത്ത് പ്രോജക്റ്റ് ചെയ്യുമ്പോൾ, ഈ നേരത്തെ പറഞ്ഞ ഇത് രണ്ടാമത്തതാണ് കൗൺസിലിംഗ് സൈക്കോളജി. ഇവിടെ 1, 2, 3, 4 എന്ന് പറയുന്നതിലെ ആദ്യത്തെ 3 എണ്ണം തിയറി പേപ്പറുകൾ. കൗൺസിലിംഗ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ ആണ് ഈ 4 എന്ന് പറയുന്നത്. 5 എന്ന് പറയുന്നത്, 2 എന്ന് പറയുന്നത് മുന്നിലുള്ള 2 അത് കൗൺസിലിംഗ് സൈക്കോളജി എന്നുള്ള രണ്ടാമത്തെ ബ്രാഞ്ചിനെ സൂചിപ്പിക്കുന്നു. ഈ 5 ഫീൽഡ് വർക്ക് ഇന്റേൺഷിപ്പ് ഇൻ കൗൺസിലിംഗ്. നിങ്ങൾ കൗൺസിലിംഗ് മേഖലയിൽ 3 മാസം ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് സ്ഥാപനത്തിൽ പോയി പ്രാക്ടീസ് ചെയ്യുക. MBBS ഡോക്ടർക്ക് 4 കൊല്ലത്തെ പഠനത്തിന് ശേഷം 1 കൊല്ലം നിർബന്ധിത സാമൂഹ്യ സേവനം ഇന്റേൺഷിപ്പ് ജോലി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടെയും ജോലി തന്നെയാണ്. അല്ലാതെ കണ്ടുകൊണ്ട് ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പകർത്തി വെക്കുകയോ ഏതെങ്കിലും ആളുകൾ തരുന്നത് റെഡിമെയ്ഡ് നമ്മൾ രഹസ്യമായി ഇരുന്ന് എഴുതി സബ്മിറ്റ് ചെയ്ത് മാർക്ക് വാങ്ങിക്കാനുള്ള ഫാക്ടറി അല്ല എന്ന് മനസ്സിലാക്കുക. ഇവിടെയും തന്നെ മനോഹരമായ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഈ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ താങ്കളെ പ്രേരിപ്പിക്കുന്നത്. കൗൺസിലിംഗ് സൈക്കോളജിയിലെ വിത്ത് പ്രോജക്റ്റിലെ ഈ 26 എന്നുള്ള നിലക്ക് പ്രോജക്റ്റ് എന്നുള്ളത് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു MBA അല്ലെങ്കിൽ BTech കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നിരിക്കട്ടെ, ഇൻഡസ്ട്രിയൽ ഇന്ന് എല്ലാ സ്ഥാപനങ്ങളും നഷ്ടത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു. മല്യ മുതൽ യൂസുഫ് അലി സാഹിബ് വരെ, അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു മുറുക്കാൻ കട മുതൽ ഇന്റർനാഷണൽ ലെവലിലുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട് വരെ ഉള്ള പുതിയ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള കച്ചവട രൂപത്തിൽ അതിന്റെ ഇൻഡസ്ട്രിയൽ മേഖലയിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ മേഖലയിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് ആഴത്തിൽ മനസ്സിലാക്കി അതിലേക്കുള്ള അപ്ലിക്കേഷൻസ് നടത്താനുള്ള ഒരു വലിയ സംഭവമാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജി എന്ന് മനസ്സിലാക്കുക. ഇവിടെ 3 എന്ന് പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജി വിത്ത് പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ 6ാമത്തതിലെ ഇൻഡസ്ട്രിയൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ഓർഗനൈസേഷണൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് നിങ്ങളിലെ തീഷ്ണമായ, നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ഒരു, നിങ്ങളുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം കാണാൻ ആദ്യം ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ
നിങ്ങൾ ഉണ്ടാക്കുകയും അതിനെ ഓർഗനൈസ് ചെയ്യുകയും അതിനെ പ്രസന്റ് ചെയ്യുകയും അതിനെ അനാലിസിസ് നടത്തി നിങ്ങളുടെ ഹൈപ്പോതിസിസിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു മഹത്തായ പ്രോഗ്രാം. അതിന് ആദ്യം ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുകയും റിസർച്ച് ഡിസൈൻ നിങ്ങളുടെ മുമ്പിൽ ശാസ്ത്രീയമായി രൂപപ്പെടുകയും ഒരു സിനോപ്സിസ് താങ്കൾ അത് തയ്യാറാക്കുകയും ആ സിനോപ്സിസിൽ നേരെ നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലർക്ക് സമർപ്പിക്കുകയും അക്കാഡമിക് കൗൺസിലർ സിനോപ്സിസ് അംഗീകരിച്ചതിന് ശേഷം യഥാർത്ഥ പ്രോജക്റ്റ് മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് റിലേറ്റഡ് റിസർച്ച് കണ്ടന്റുകൾ നോക്കി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് റിസർച്ച് കണ്ടന്റുകളുടെ സഹായത്തോടു കൂടി താങ്കൾക്ക് സൂപ്പർവൈസറുടെ നിരന്തര ദിവസേന ഉള്ള സമ്പർക്കത്തിലൂടെ താങ്കൾക്ക് വലിയ ഒരു പ്രോജക്റ്റ്, ഒരു ഡിസർട്ടേഷൻ, ഒരു ഗവേഷണത്തിലേക്ക് പോകാം. ആ ഒരു ഗുണം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാൽ മറ്റൊരു തരത്തിലുള്ള ഒരു സംഗതിയാണ് വിത്ത് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി. ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ക്ലിനിക്കൽ സൈക്കോളജി എന്നുള്ള വിഭാഗത്തിൽ വിത്ത് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി വിത്ത് അപ്ലൈഡ് സൈക്കോളജി, ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജി വിത്ത് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓർക്കുക, ഇവിടെ 16, 26, 36 എന്നുള്ള പ്രോജക്റ്റുകൾക്ക് പകരം ഇവിടെ ഒരു പേപ്പർ നമുക്ക് നൽകിയിരിക്കുകയാണ്. 16, 26, 36 എന്നുള്ളതിന്റെ സ്ഥാനത്ത് 46 എന്ന് പറയുന്ന 6 ക്രെഡിറ്റിനുള്ള അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്നുള്ള ഒരു പേപ്പർ മാത്രമാണ് താങ്കൾ പഠിക്കുന്നത്. ഒരു തിയറി പേപ്പർ മാത്രമാണ് ഉള്ളത്. നിങ്ങൾ മടിയനാണ് എങ്കിൽ നിങ്ങൾ ഇത് ചെയ്യാം. താങ്കൾക്ക് വളരെ ലഘുവായി ഒരു PG ആണ് വേണ്ടത്. മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കും ഒരു MA സൈക്കോളജിസ്റ്റ് ആണ് ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ് താങ്കൾക്കെങ്കിൽ താങ്കൾക്ക് ഇത് ചെയ്യാം. 1000 വട്ടം ആണയിട്ട് താങ്കളിലെ ഒരു യഥാർത്ഥ സൈക്കോളജിസ്റ്റ്, താങ്കളിലെ ഒരു യഥാർത്ഥ കൗൺസിലർ, താങ്കളിലെ ഒരു മനോഹരമായ ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേറ്റീവ് താങ്കളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എങ്കിൽ താങ്കൾ നല്ല മനോഹരമായ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പിലെ, ഇൻഡസ്ട്രിയൽ സെറ്റപ്പിലെ ടോപ്പ് മോസ്റ്റ് CEO അല്ലെങ്കിൽ ആ ലെവലിലേക്ക് ഉയരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എങ്കിൽ തീർച്ചയായും താങ്കൾ അടി മുതൽ അതിന്റെ മുടി വരെ, താഴെത്തട്ട് മുതൽ പാദം മുതൽ തല വരെ എല്ലാ മേഖലകളും മനസ്സിലാക്കുന്ന ഒരു വലിയ പ്രോജക്റ്റിലേക്കാണ് താങ്കൾ പോകേണ്ടത്. കേവലം ഒരു അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി, ഇത് നല്ല മനോഹരമായ ഒരു പ്രോഗ്രാം തന്നെയാണ്. അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി ഒരു ന്യൂ ബ്രാഞ്ചാണ്. അത് ഏതെല്ലാം മേഖലയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതിന്റെ വിശദീകരണമാണ് ഈ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിയുടെ 6 ക്രെഡിറ്റിനുള്ള തിയറി പേപ്പർ. ഈ തിയറി പേപ്പർ താങ്കൾക്ക് സ്വായത്തമാക്കാം. നേരത്തെ പറഞ്ഞ 11, 12, 13, 14, 15, 46 എന്നുള്ള ഒരു തിയറി പേപ്പർ. അതുപോലെ തന്നെ കൗൺസിലിംഗ് സൈക്കോളജി താങ്കൾ എടുക്കുകയാണ് എങ്കിൽ 21, 22, 23, 24, 25 എന്ന് നേരത്തെ പറഞ്ഞ അതേ പേപ്പറുകളോടൊപ്പം അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു പേപ്പർ താങ്കൾക്ക് ഇവിടെയും എടുക്കാം. ഈ 3 ബ്രാഞ്ചിലും ഉള്ളവർ പഠിക്കുന്ന ഒരേ കോമൺ സബ്ജക്റ്റ് ആണ്, ഒരു ന്യൂ ജനറേഷൻ കോഴ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിലും വലിയ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. മറ്റൊരു യൂണിവേഴ്സിറ്റിയും നൽകാത്ത ഗംഭീരമായ ഒരു സംഗതി. ഒരു ചെറിയ ലഘുവായ ഒരു PG എനിക്ക് മതി, ഞാൻ ഒരു ചെറിയ തരത്തിൽ ഇരിക്കട്ടെ, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോഗ്രാമിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ഞാൻ ഇരിക്കട്ടെ, എനിക്ക് റിസർച്ച് ചെയ്യാനുള്ള ഈ പ്രോജക്റ്റ് ചെയ്യാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളരെ തൊഴിലെടുത്ത് എൻ്റെ കുടുംബത്തെ പോറ്റുമ്പോൾ എനിക്ക് തുടർ പഠനം ആവശ്യമില്ല, ഞാൻ അത്ര വലിയ ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നില്ല, എനിക്ക് മനോഹരമായ ഒരു PG മതി എന്ന് ഉദ്ദേശിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഇഗ്നോ നൽകുന്ന മറ്റൊരു കൈത്താങ്ങാണ് ഇത്തരത്തിലുള്ള ഒരു പേപ്പർ എന്നുള്ളത് മനസ്സിലാക്കുക. പ്രോജക്റ്റിന് സമയമില്ലാത്തവർ പ്രോജക്റ്റ് ഒഴിവാക്കി നിങ്ങൾക്ക് ഈ തിയറി പേപ്പർ എടുക്കാവുന്നതാണ്. ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജി വിത്ത് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്നുള്ള ഗ്രൂപ്പ് താങ്കൾ എടുക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, 46 എന്നുള്ള ആ 6 ക്രെഡിറ്റിനുള്ള അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്നുള്ള പേപ്പറാണ് താങ്കൾക്ക് ഉള്ളത്. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ 31, 32, 33 എന്ന് പറയുന്ന 4 ക്രെഡിറ്റ് ഉള്ള തിയറി പേപ്പർ, 34 എന്ന് പറയുന്ന പ്രാക്ടിക്കം, അതായത് 14, 24, 34 പ്രാക്ടിക്കൽ ആയിരിക്കും, 35, 15, 25, 35 ഇന്റേൺഷിപ്പ് ആയിരിക്കും, 46 എല്ലാവർക്കും കൂടി അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്നുള്ള ഒരു സംഗതി ആയിരിക്കും, തിയറി പേപ്പർ ആയിരിക്കും. ആഴത്തിൽ ഇത് മനസ്സിലാക്കി സബ്മിറ്റ് ബട്ടൺ കൊടുത്ത് നമുക്ക് റീ രജിസ്ട്രേഷൻ നൽകാവുന്നതാണ്, ചെയ്യാവുന്നതാണ്.
പ്രിയപ്പെട്ടവരെ, എന്റെ വീഡിയോ വളരെ ദൈർഘ്യമേറിയതായി പോയി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതിനേക്കാൾ ചുരുക്കി ഇത് പറയുകയാണെങ്കിൽ അതൊരു കോമഡി ഷോ മാത്രമായിരിക്കും. മുഹമ്മദ് മുബാറക് മാസ്റ്റർ എന്തിനാണ് ഇങ്ങനെ നീട്ടി വലിച്ച് കാര്യങ്ങൾ പറയുന്നത് എന്ന് അറിയണമെങ്കിൽ ഓർക്കുക, താങ്കളെ പോലെ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് അല്ല, ആയിരക്കണക്കിലെ ലക്ഷക്കണക്കിലെ ആവറേജ് സ്റ്റുഡൻസും അതുപോലെ തന്നെ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആവശ്യമായിട്ടുള്ള IED വിഭാഗത്തിലെ എന്ന് പറഞ്ഞാൽ ആവറേജിന് താഴെ ലോ IQ ഉള്ള, മോഡറേറ്റ് IQ ഉള്ള, ആവറേജ് IQ ഉള്ള 70% കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ആഴത്തിൽ ഒരു അധ്യാപകനെ പോലെ മുന്നിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത് എന്ന് മനസ്സിലാക്കുക. ഗിഫ്റ്റഡ് സ്റ്റുഡന്റ് ഉണ്ട്, താങ്കളെ പോലെ ഉള്ള 10% ഗിഫ്റ്റഡ് സ്റ്റുഡന്റ് ഉണ്ട്. നിങ്ങളടക്കം ഈ പ്രോജക്റ്റ് പോലുള്ള പ്രോഗ്രാമുകൾ ചെയ്ത് ഏറ്റവും നല്ല ഒരു MAPCയോ അല്ലെങ്കിൽ ഒരു MSWയോ ഒരു MSc CFTയോ ഒരു MBAയോ MCAയോ ഏതെങ്കിലും ഗവേഷണാത്മകമായ ഒരു പ്രോഗ്രാം ചെയ്ത് നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. നമ്മൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്ത് വീട്ടിൽ ഒരു മൂലയ്ക്ക് ഇരിക്കാനല്ല, സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനാണ്. അങ്ങനെ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധനായിട്ടുള്ള ആത്മാർത്ഥതയുള്ള ഒരു വോളണ്ടിയറായി താങ്കൾ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാനും അങ്ങനെ താങ്കൾക്ക് വ്യക്തിപരമായ ക്ഷേമം, താങ്കളുടെ കുടുംബത്തിനുള്ള ക്ഷേമം, അങ്ങനെ ഈ സമൂഹത്തിനുള്ള ക്ഷേമം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ സ്നേഹപുരസരം ഞാൻ സമർപ്പിക്കുന്നു. ഈ പറഞ്ഞ വാക്കുകൾ അറിയാത്ത ആയിരക്കണക്കിലെ ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ സ്റ്റഡി സെന്ററിലെ ഗ്രൂപ്പുകൾ, ആരും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ സ്റ്റഡി സെന്ററിലെ ഗ്രൂപ്പുകൾ അതുപോലെ തന്നെ മറ്റു ഗ്രൂപ്പുകൾക്ക് ദയവ് ചെയ്ത് കാൽ പിടിച്ച് ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. വളരെ എഫേർട്ട് എടുത്തിട്ടുള്ള ഈ വീഡിയോ പരമാവധി നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഒപ്പം തന്നെ തുടരെ താങ്കൾക്ക് MNotes-ന്റെ സഹായം ലഭിക്കാൻ MNotes സബ്സ്ക്രൈബ് ചെയ്യുക, MNotes-ലെ നോട്ടിഫിക്കേഷൻ ആൾ ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല, നല്ല കമന്റുകൾ ഉണ്ട് എങ്കിൽ നെഗറ്റീവ് കമന്റ്, മുബാറക് മാസ്റ്റർ ഈ ഒരു വീഡിയോയിലൂടെ താങ്കൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി തന്നിട്ടുണ്ടെങ്കിൽ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് താങ്കൾ ഇതിന്റെ ചുവട്ടിൽ ഒരു കമന്റ് നൽകുക. ലൈക്ക് ആണെങ്കിൽ ലൈക്ക്, ഡിസ്ലൈക്ക് ആണെങ്കിൽ ഡിസ്ലൈക്ക്. താങ്കളുടെ മനസ്സ് തുറക്കാൻ വേണ്ടി വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഏറ്റവും നല്ല ദിവസം താങ്കൾക്ക് ഇനി മുതലുള്ള ദിവസങ്ങൾ, നല്ല അധ്യയന ദിവസങ്ങൾ, നല്ല കുടുംബ ദിവസങ്ങൾ, നല്ല തൊഴിൽ ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു. 1000 നന്ദികൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.